ഈ അടുത്ത് ഞാൻ കണ്ടൊരു വീഡിയോയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ നിന്ന് നേതാക്കൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപജയമെന്ന്. തൊഴിലാളികളെ തൊഴിക്കുകയും അലിമൊയലാളിയെ പോലെയുള്ള മുതലാളിമാരെ ലാളിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം സർക്കാരിനുണ്ടെന്നാണ് പരോക്ഷമായ ആരോപണം. എന്നാൽ അത് ശരിയാണോ? 2015-16 കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മേനകയിൽ ഒരു മൈതാനമുണ്ട്. മിക്കപ്പോഴും CPIM പാർട്ടി മീറ്റിംഗ് ഒക്കെ അവിടെ വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ ആ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിജയൻ സഖാവാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അവിടെ പുറത്തുള്ള ഒരു കപ്പലണ്ടി കടയിൽ നിന്ന് കപ്പലണ്ടി പൊതി വാങ്ങി. വെറും 10 രൂപ. അദ്ദേഹത്തിന് പാവം തോന്നി. വെറും 10 രൂപ എത്ര എണ്ണം വിറ്റാലാണ് ഈ തൊഴിലാളിയുടെ കുടുംബം പുലരുക? ഇന്ന് നിങ്ങൾ ഒരു കപ്പലണ്ടി വാങ്ങും, 20 രൂപയാണ് കപ്പലണ്ടിക്ക്. മുടിവെട്ട് കടയുടെ കാര്യം ആലോചിക്കും. 2015-16 കാലഘട്ടത്തിൽ മുടിവെട്ടിന് 50 രൂപയും ഷേവിങ്ങിന് വെറും 25 രൂപയായിരുന്നു. എന്നാൽ ഇന്നോ 100 രൂപ കൊടുത്താലല്ലാതെ മുടി വെട്ടാനോ പറ്റില്ല. 50-60 രൂപയെങ്കിലും കൊടുക്കാതെ താടി ഷേവ് ചെയ്യാൻ പറ്റില്ല. 15-16 കാലഘട്ടത്തിൽ 50 പൈസയ്ക്കൊക്കെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് അതാണോ? 3 രൂപ മുതൽ 5 രൂപ വരെ കൊടുത്താലാണ് ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. ഞാൻ ഈയിടെ ഹൈദരാബാദ് പോയായിരുന്നു. ഹൈദരാബാദ് ഒരു കരിക്കിന് 30 രൂപയാണ്. എന്നാൽ കേരവൃക്ഷങ്ങളിൽ നിന്ന് കേരളം എന്ന് പേര് വന്ന ഈ നാട്ടിൽ ഈ വേനൽക്കാലത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു കരിക്ക് വെട്ടിച്ചാൽ 60 രൂപയാണ് വില. ശ്രീ കാരണഭൂതം ഭരിക്കുന്ന ഈ കേരളത്തിൽ ഇത്തരം ചെറുകിട തൊഴിലാളികൾക്ക് അഭിവൃദ്ധി വരാനായിട്ട് ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരുന്നാൽ പാവപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? അല്ലയ്യ, ഒന്നും ചെയ്യണ്ട.